നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം സത്യം തന്നെ പറയും. നമസ്കാരം. ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മരീചിക പോലെയാണ്. ഇവിടെ നടക്കുന്നത് എന്താണ് സത്യം, എന്താണ് കള്ളം, റിയാലിറ്റി ഏതാണ്, റിയാലിറ്റി അല്ലാത്തത് ഏതാണെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇന്നലെ വരെ നമ്മൾ കണ്ട ആൾക്കാരെ ആയിരിക്കത്തില്ല നാളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നതേ ആയിരിക്കില്ല നാളെ നമ്മൾ ഒരു വ്യക്തിയിൽ കാണുന്ന സ്വഭാവം. അങ്ങനെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം അവർ പന്നലായിട്ട് അങ്ങ് മാറും. പെട്ടെന്നൊരു ദിവസം അവർ നല്ലവരായിട്ടും മാറും. അപ്പോൾ ഒരു സുപ്രഭാതം കൊണ്ട് ഒരു വ്യക്തിയെ നല്ലവനായിട്ടും ഒരു വ്യക്തിയെ ചീത്തയായിട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം കാണിച്ച വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരൻ എന്നതിനേക്കാട്ടിൽ കൂടുതൽ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന, ഒത്തിരി ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവർക്കും പരിചയം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ആ ഒരു രീതിയിലാണ്. ടോണി അച്ചായൻ. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ആൾക്കാരെ സഹായിക്കുന്ന വീഡിയോസാണ്. ഓരോ വ്യക്തികളുടെ വീട് പോയി സന്ദർശിക്കുക, മെയിനായിട്ട് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, അവർക്ക് സഹായം ചെയ്യുക, അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് ലക്ഷം രൂപയുടെ സഹായവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുള്ളൊരു കാര്യം പറയാം. ഒരു വ്യക്തിയെയും കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ആർക്കും ആരെയും സഹായിക്കണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് 1 രൂപയെങ്കിൽ 1 രൂപ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടോണി അച്ചായൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരുപാട് രൂപ മുടക്കിയിട്ടുണ്ട്. അതിലൂടെ കുറേ പബ്ലിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്, കുറേ പരസ്യം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നതാണ്. പബ്ലിസിറ്റിക്കാണെന്നുണ്ടെങ്കിലും പരസ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും വൈറലാകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും 1 രൂപയെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ വിവാദങ്ങളും കുറേ അലിഗേഷൻസും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആദ്യം പുറത്തു വന്നൊരു അലിഗേഷൻ, ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുത്തത്. അതായത് ഒരു കാല് വയ്യാത്തൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായിട്ട് വെച്ച് കൊടുത്തത് അച്ചായനാണ് എന്ന് പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പൈസ കിട്ടിയിട്ട് അങ്ങനെ വീട് വെച്ചതാണ് എന്ന്. പിന്നീട് അച്ചായൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടത് ക്ലിയർ ചെയ്യുന്ന വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന അലിഗേഷൻ അങ്ങനെയാണ്, അതായത് തട്ടിപ്പാണ്, ഇദ്ദേഹം അല്ല ഇതൊന്നും ചെയ്യുന്നത്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, വൈറലാകാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലായിരുന്നു ആദ്യം ഇദ്ദേഹത്തിനെതിരെ കുറേ അലിഗേഷൻസ് പുറത്തു വന്നത്. അപ്പോൾ ഈ അച്ചായൻ തന്നെ ആ വീട്ടിൽ പോയി ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈല് ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം സത്യം തന്നെ പറയും. ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛനെ ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചതാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമല്ല 4 ലക്ഷം രൂപയോളം അച്ചായൻ കൊടുത്തത് കൊണ്ടാണ് ആ വീട് പൂർണ്ണമായിട്ട് പണിഞ്ഞത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു.
അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു രൂപയെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ സമ്പാദിക്കുന്നതിൽ നിന്ന്, നമ്മുടെ കുടുംബം അനുഭവിക്കേണ്ട പൈസയിൽ നിന്ന് ഒരു രൂപയെങ്കിലും നമ്മൾ ഒരു വ്യക്തിക്ക് പകുത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എടുത്ത് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ വീട്ടിലും ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും അവർ പൈസ ചോദിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അതേപോലെ എടുത്ത് വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ട് പലരും കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും, അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ടല്ലോ, അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പൊ വിഷയം വേറെ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ ഒരു അലിഗേഷനിൽ നിന്ന് ഇദ്ദേഹം വേറൊരു വ്യക്തിയാണ്. അതായത് ചാരിറ്റിയുടെ പുറകിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്, ചാരിറ്റിയുടെ മറവിൽ പെണ്ണുപിടിയാണ് ഇദ്ദേഹത്തിന്റെ പണി. ഒരുപാട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അനാവശ്യമായിട്ട് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നു, അവരെ ശല്യം ചെയ്യുന്നു, അവരുടെ പുറകെ നടക്കുന്നു. അതായത് ഇദ്ദേഹം ഒരു കോഴിയാണ് എന്നുള്ള രീതിയിലുള്ള കുറെ അലിഗേഷൻസും കുറെ വീഡിയോസും ഒക്കെ തന്നെ ഇപ്പൊ പുറത്തിറങ്ങുന്നുണ്ട്, കുറെ വോയിസ് നോട്ടുകൾ പുറത്തിറങ്ങുന്നുണ്ട്. അതൊക്കെ ഒരു വൺ സൈഡഡ് സ്റ്റോറി മാത്രമായിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസ് നോട്ടുകളൊന്നും തന്നെ കേൾപ്പിക്കുന്നില്ല. കാരണം അതിൽ എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, എത്രത്തോളം അത് ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അദ്ദേഹത്തെ ചിലപ്പോൾ ഒരുപക്ഷെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും പുറത്തിറക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ അത് സത്യവുമായിരിക്കാം. ആ വോയിസ് നോട്ടുകളൊക്കെ തന്നെ സത്യമായിരിക്കാം. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പെണ്ണുപിടിയനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് 100% ഈ സ്റ്റോറി എത്രത്തോളം സത്യമാണ് എന്ന് അറിയത്തില്ല. ഇദ്ദേഹം ഈ ഒരു അലിഗേഷന് ഇതുവരെയും ഒരു മറുപടിയും പുറത്തേക്ക് തന്നിട്ടുമില്ല. ഇതുവരെ ഏറ്റവും അവസാനമായിട്ട് ഇദ്ദേഹം തന്ന മറുപടി എന്ന് പറയുന്നത് ഇതാണ്. പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്, ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെ ഏറ്റവും ഒടുവിലായിട്ട് ഇദ്ദേഹം തന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു അജണ്ടയുണ്ട്. ഒരു വ്യക്തിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക, ഒരു വ്യക്തിയെ കൂട്ടം ചേർന്ന് നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഇരയായിരിക്കാം അച്ചായൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. ആ തെറ്റുകളൊക്കെ തന്നെ ഇങ്ങനെ പയ്യെ പുറത്തേക്ക് വരുന്നതാകാം. ഏതാണ് സത്യം എന്നുള്ളത് പൂർണ്ണമായിട്ടും അറിയാത്തത് കൊണ്ട് തന്നെ ഒരാളെയും കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ഒരു വ്യക്തിയുടെയെങ്കിലും കണ്ണീരൊപ്പാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാകുമല്ലോ. കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്ന വീഡിയോസ് ഒക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. 4 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും ഒക്കെ ഓരോ കുടുംബത്തിന് കൊടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാം. ചെക്കായിട്ടും പണമായിട്ടും ഒക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് ആൾക്കാർക്ക് വീട് വെക്കാൻ സഹായം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് വെക്കാൻ ഇദ്ദേഹം കാരണമായിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെയെങ്കിലും കണ്ണീരൊപ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെയെങ്കിലും ജീവിതം ഇദ്ദേഹം കാരണം നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നന്മ അദ്ദേഹത്തിന് കിട്ടട്ടെ. ഇനി നേരെ മറിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയും പുറത്തു വരട്ടെ. ഏതായാലും ഒരു വൺ സൈഡഡ് സ്റ്റോറി മാത്രം വെച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അലിഗേഷനിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇദ്ദേഹം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പുറത്തു വരുന്ന അലിഗേഷൻസ് ഒക്കെ തന്നെ കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫുമായിട്ട് അദ്ദേഹം വരണം. അദ്ദേഹം പുറത്തു വന്നിട്ട് സംസാരിക്കണം. ഞാൻ തെറ്റുകാരനല്ല, ഇതെല്ലാം തന്നെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന വെറും അലിഗേഷൻസ് മാത്രമാണ് എന്നുള്ളത് ഇദ്ദേഹം തന്നെ ഒരു റെസ്പോൺസ് തരണം. സോഷ്യൽ മീഡിയയിൽ വന്ന് റെസ്പോൺസ് തരേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, ഇനി അദ്ദേഹത്തിൻ്റെ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവും.